ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഷോർട്ട് ടൈമിലേക്ക് പറ്റിയ കുറച്ച് സ്റ്റോക്സുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് ജിൻഡാൽ സ്റ്റീലാണ്. ജിൻഡാൽ സ്റ്റീൽ ഞാനൊരു നീല ലൈൻ വരച്ചിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് നടന്നതാണ്. ഒരു റെസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ റെസിസ്റ്റൻ്റ് ലെവൽ ഫേസ് ചെയ്തിട്ട് ചെറിയൊരു കറക്ഷനൊക്കെ വന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വൺ ഡേ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്രേക്ക് ഔട്ട് നടന്നു. ഇന്നലത്തെ ക്യാൻഡിലിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ പറ്റും. ക്യാൻഡിൽ വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. ഇന്നലത്തെ ക്യാൻഡിലിൽ പോലും അപ് ട്രെൻഡ് ആയിരുന്നു. ക്ലോസിങ്ങിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ക്യാൻഡിൽ താഴേക്ക് വന്നേക്കുന്നത്. മേ ബി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്തേക്കാം. എന്നാൽ പോലും ഈ സ്റ്റോക്കിൽ ഒരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. താഴേന്ന് വന്നത് നമുക്ക് നോക്കാം. സൂപ്പർ ട്രെൻഡ് എനേബിൾ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇപ്പോൾ ബ്രേക്ക് ഔട്ടും കൂടെ നടന്ന സ്ഥിതിക്ക് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ഈ കമ്പനിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു കമ്പനിയാണ് ജിൻഡാൽ സ്റ്റീൽ. അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ റെസിസ്റ്റൻസ് മുകളിൽ വരച്ചിട്ടുണ്ട്. റെഡ് ലൈനിൽ 240 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെയും ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അതിൻ്റെ ഇടയ്ക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. അത് ബോദർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കുന്ന കമ്പനി ലൂപ്പിനാണ്. ലൂപ്പിൻ നമുക്കറിയാം, അത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് താഴെ പോയെങ്കിൽ അവസാനത്തെ ഒരു 1 ഇയർ സപ്പോർട്ട് എന്ന് പറയുന്ന 740 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ട് പിന്നെ അത് കയറി വന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിച്ചു. ആ സ്റ്റോക്കിൽ ബുള്ളിഷ് ആയിരുന്നു. എന്തായാലും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. 740 എന്ന് പറയുന്ന ഒരു ബേസ് സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയെങ്കിലും വീണ്ടും അത് റീബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഇപ്പോൾ 766 നിൽക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വരാവുന്ന റെസിസ്റ്റൻസ് 800 അത് കഴിഞ്ഞിട്ട് വരാവുന്നത് 880. തീർച്ചയായിട്ടും ഈ ഒരു പൊട്ടൻഷ്യലി പോവുകയാണെങ്കിൽ 800 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ് ലൂപ്പിൻ. അടുത്ത കമ്പനി ജൂബിലൻ്റ് ഫുഡ്സ് വർക്കാണ്. ഈ കമ്പനിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു കറക്ഷൻ വന്നു കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ കറക്ഷൻ നന്നായിട്ട് സംഭവിക്കുന്നുണ്ട്. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ താഴേക്ക് വരും, വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്ക് പോകും, പിന്നെ താഴേക്ക് വരും. അങ്ങനെ കറക്ഷൻ നന്നായിട്ട് സംഭവിക്കുന്നുണ്ട്. ഓൾറെഡി ചെറിയ റെസിസ്റ്റൻറ്റുകൾ ഫേസ് ചെയ്തത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. 52 വീക്ക് ഹൈയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കമ്പനി 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് 52 വീക്ക് ഹൈക്ക് വലിയ ദൂരമൊന്നുമില്ല, അടുത്തുകൊണ്ടിരിക്കുവാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നടത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കൂടുതലാണ് ഈ ഒരു അവസ്ഥയിൽ. അല്ലെങ്കിൽ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തിട്ടായാലും നടത്താം. പക്ഷേ കമ്പനി ഒരു നല്ല കമ്പനിയാണിത്. നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കറക്ഷൻ വന്നാൽ പോലും കുറച്ച് ലോങ് ടൈമിലേക്കോ മേ ബി ഹോൾഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. കാരണം ഇപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡാണ് മൊത്തത്തിൽ. അപ്പോൾ ചിലപ്പോൾ അത് കയറിപ്പോയി 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് സ്റ്റഡി ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത കമ്പനി മംഗളം സിമെൻ്റ് ആണ്. മംഗളം സിമെൻറ്റും നല്ല രീതിയിൽ സപ്പോർട്ട് 190 ആയിരുന്നു അതിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത്. 190 ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മുകളിലേക്ക് പോകുന്ന ഒരു പോക്കാണ്. ഇപ്പം ഒരുമാതിരി മുകളിലേക്ക് കയറിപ്പോയെങ്കിൽ പോലും അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഞാൻ നീല ലൈൻ വരച്ചിട്ടുണ്ട്. അതാണ് അത് ഫേസ് ചെയ്ത സെക്കൻഡ് റെസിസ്റ്റൻസ്. അതിൻ്റെ താഴെ ഒരു റെസിസ്റ്റൻ്റ് ഏകദേശം 235 ലെവലിലുണ്ടായിരുന്നു. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയാവുന്ന 260 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് അതിൻ്റെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഒരു റാലി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി വരാവുന്ന റെസിസ്റ്റൻസ് ഒരുമാതിരി സ്ട്രോങ് എന്ന് പറയാവുന്ന ഒരു റെസിസ്റ്റൻസ് 335. അപ്പോൾ അതുവരെ എങ്കിലും ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ, പിന്നെ സിമെൻറ്റ് സെക്ടർ എല്ലാം ഇപ്പോൾ നല്ലൊരു ബുള്ളിഷാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി ഉണ്ട്. ഇനിയിപ്പോൾ മൺസൂൺ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മൺസൂൺ ഇനി സമയമുണ്ട്. മൺസൂൺ വരുമ്പം ഈ സിമെൻറ്റ് സെക്ടർ താഴെ പോകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പഴയ ഗ്രാഫുകളൊക്കെ എടുത്ത് നോക്കി, ഈ സിമെൻറ്റിൻ്റെ പഴയ ഗ്രാഫുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് ജൂൺ മന്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് ഒരു സ്റ്റഡി നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പിന്നെ ഏപ്രിലായിട്ടേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ഈ റാലി ആ ഒരു സമയത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത കമ്പനി ഇഗറാഷി മോട്ടോഴ്സാണ്. നല്ലൊരു കമ്പനിയാണ്, പക്ഷേ നന്നായിട്ട് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 52 വീക്ക് ലോ ടച്ച് ചെയ്തിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ബുള്ളിഷ് ക്യാൻഡിലും അതോട് കൂടി ഒരു ഹൈ വോളിയം കൂടി അപ്പിയർ ആയിട്ടുണ്ടായിരുന്നു.
അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. നല്ലൊരു വോളിയം വന്നിട്ടുണ്ട് ഇവിടെ. മേ ബി ഇനി മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാനിവിടെ ഒരു നീല ലൈൻ വരച്ചിട്ടുണ്ട്. ഈ നീല ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഇടാവുന്ന ഒരു സ്റ്റോക്കാണ്. മുകളിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച മാത്രമാണ് നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് ഫീൽ ചെയ്തത്. പിന്നെ ഇത്രയും താഴേക്ക് പോയ ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ല എങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇപ്പം നടത്താം. അങ്ങനെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് നല്ല ഗെയിൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെയും ലോ, ഇപ്പം നിലവിലുള്ള ലോ വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കറക്ഷന് സാധ്യതയുണ്ട്. എന്നാൽ പോലും ഒരു ഡീപ്പ് കറക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി കറക്റ്റഡ് ആയ ഒരു കമ്പനിയാണ്. ഓക്കെ, ഇത് നമുക്ക് നോക്കി വാച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത കമ്പനി പിഡിലൈറ്റ് ആണ്. പിഡിലൈറ്റ് നല്ല കമ്പനിയാണ്, വളരെ നല്ല കമ്പനിയാണ്. ആ ഡീപ്പ് കറക്ഷനൊക്കെ ആ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് ഇപ്പോൾ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ് ട്രെൻഡ് ആയിരുന്നെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് അപ്പിയർ ചെയ്യുന്നുണ്ട് ഓരോ ക്യാൻഡിലും. എന്നാലും അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാനുള്ള ഒരു മുൻകരുതൽ കൂടി നമ്മൾ എടുത്തിരിക്കണം. കാരണം ഈ കമ്പനി ഒരു സ്വിംഗ് ട്രേഡിംഗ് ആണ് ഇതിന് നല്ലത് എങ്കിലും ഇപ്പോൾ അത് മുകളിലേക്ക് പോയ സ്ഥിതിക്ക് 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ സ്ഥിതിക്ക് നമ്മൾ വരച്ചേക്കുന്ന ആ നീല ലൈൻ നമുക്കൊരു സപ്പോർട്ട് ലൈനായിട്ട് ഇപ്പോൾ കരുതാം. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് വരും. താഴേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്ന ഒരു ക്യാൻഡിൽ അപ്പിയർ ആകുമ്പോൾ വീണ്ടും അതൊന്ന് ആവറേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിവേ ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ പോസിബിളാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതയുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ അത് 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവില്ലായിരുന്നു. വളരെ വലിയൊരു ക്യാൻഡിലോട് കൂടിയാണ് അത് പോയേക്കുന്നത്. അപ്പോൾ അന്നേരം ഉള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം താഴെ ലെവലിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കാണണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴും ഈ കമ്പനിയിൽ നിലനിൽക്കുന്നു. കമ്പനി വളരെ നല്ല കമ്പനിയാണ് പിഡിലൈറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയും കമ്പനികൾ പരിചയപ്പെടുത്തി നിർത്താം. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഇതെല്ലാം ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. സ്റ്റഡി ചെയ്യുക. കാരണം പലരും ഇത് അറിയില്ല, ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പലരും അറിയില്ല. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇത് മാർക്കറ്റാണ്, എന്തും സംഭവിക്കും. ചിലപ്പോൾ താഴേക്ക് പോയേക്കാം. ഓക്കെ, ഞാൻ കണ്ട കാര്യം നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.